ഞാൻ വരാം. അതിന് മുമ്പ് സുബിനിലേക്ക് ഒന്ന് പോയി വരാം. സുബിൻ നിക്ഷേപകനാണ്, സംരംഭകനാണ്, വൈ ഡിഗ്രിയുടെ എഡ്യൂക്കേഷൻ മേഖലയിലാണ് നിക്ഷേപകൻ. ബഡ്ജറ്റിനെ എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾക്ക്, സെൻറ്റർ ഓഫ് എക്സലൻസുകൾക്ക് ഒക്കെ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. താങ്ക് യു. നമ്മൾ കേരള ബഡ്ജറ്റിനേക്കാളും കൂടുതൽ നാഷണൽ ബഡ്ജറ്റ് എന്നുള്ള രീതിയിലും ഇപ്പം ഈ പറയുന്ന പോലെ 12 lakhs വരെ ഇപ്പോൾ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ നോക്കി കാണുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. ഇപ്പം കാരണം ഇൻവെസ്റ്റ്മെന്റ് രീതി ചിന്തിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു അവസരമായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുന്നുണ്ട്. ഇതിപ്പം നമ്മുടെ EV സെക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ AI സെക്ടറിലാണെങ്കിലും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. ഇപ്പം മുംബൈയിൽ റീസെൻ്റ് ആയിട്ട് ഡീസലിൻ്റെ കാര്യങ്ങളെല്ലാം നിർത്തുന്നുണ്ട്. ഡൽഹിയിൽ ഓൾറെഡി നിർത്തി. അപ്പം അതിലൊരു ബൂം എന്തായാലും ഉണ്ടാവും. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന AI കോഴ്സുകൾ തന്നെയാണ്, AI എഡ്യൂക്കേഷൻ. കാരണം ഇനി ഫ്യൂച്ചർ അതാണ്. അപ്പം നമുക്കൊരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ആണുള്ളത്. കാരണം ബഡ്ജറ്റ് എന്ന് പറയുന്നത് സാധാരണ ഈ ബഡ്ജറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എല്ലാവർക്കും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പം ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പം കാരണം ഇന്ത്യ ഇപ്പോൾ ഗ്രോ ചെയ്യുന്നതാണ് ഓരോ ഇതിലും. ഫാർമയാണെങ്കിലും IT ആണെങ്കിലും അതേപോലെ AI യിലാണെങ്കിലും EV യിലാണെങ്കിലും. സോ ഇത് ഞാനിതിനെ നല്ല രീതിയിൽ തന്നെ നോക്കി കാണുന്നുണ്ട്. ഓക്കെ, ജോർജ് ജോസഫ്, നേരത്തെ BJPയുടെ പ്രതികരണം വന്നു. സൂക്ഷ്മതല സ്പർശി, സർവ്വതല സ്പർശി എന്നൊക്കെ പറയാമെങ്കിലും അത് ഇൻഷുറൻസുകാർ പ്രഖ്യാപിച്ച് പറയുന്നത് പോലെ എല്ലാത്തിലും അധികം സമയം ചെലവഴിക്കാതെ പോയി എന്നുള്ളതൊരു ആക്ഷേപമുണ്ട്. അത് ഒരു കൺകെട്ട് വിദ്യയാണ് എന്നാണ് BJPയുടെ ആക്ഷേപം. അല്ല, ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ച് നമുക്ക് അതിന് ബാലൻസ്ഡ് ആയിട്ടും അൺബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്നൊരു അല്ലെങ്കിൽ പ്രത്യേക മേഖലയ്ക്ക് കൂടുതൽ റെസ്റ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് പോകും. പക്ഷേ ഇവിടെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഇത്രയും ഒരു ഹെട്രോജീനസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാനത്ത് ബാലൻസ്ഡ് രീതിയിലെ ഒരു ധനകാര്യമന്ത്രിക്ക് പോകാൻ കഴിയുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ശ്രീ ജയസൂര്യനോട് പറഞ്ഞ കാര്യം സാഗർമാല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ വിഴിഞ്ഞത്തെ സംബന്ധിച്ചായിട്ട് BGFൻ്റെ കാര്യത്തെക്കുറിച്ച് പോലും പ്രശ്നങ്ങൾ അരുണും സ്മൃതിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലും തിരിച്ചു നൽകണം എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് നിലനിൽക്കുന്നത്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും ഈ വിഴിഞ്ഞം പ്രോജക്റ്റും ദേശീയപാത പദ്ധതിയും മുമ്പോട്ട് പോകുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തെ കേന്ദ്ര സർക്കാർ തഴയുന്നു എന്നുള്ളതൊരു വസ്തുതയാണെന്നും അതെല്ലാവർക്കും അത് ഓരോ താഴേക്കിടയിലുള്ള ഓരോ ജനങ്ങളിലേക്ക് അത് പതുക്കെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും എല്ലാം മോഡി തരുന്നതാണ്, കേന്ദ്രം തരുന്നതാണ്. തൊഴിലുറപ്പ് പങ്കെടുക്കുന്ന സ്ത്രീകളെല്ലാം പറയുന്നത്, അവരോട് പറയുന്നത് എല്ലാം മോഡി തരുന്നതാണെന്നാണ്. പക്ഷേ ഇതൊന്നും വസ്തുതയല്ല എന്നുള്ളതും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും ജനങ്ങൾ പതുക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി വന്നിട്ടുണ്ട്. അതുകൂടി കണക്ക് കൂടി ശ്രീ ജോർജ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നിലവിൽ റവന്യൂ ഡെഫിസിറ്റ് 1.9% ആണ്, 1.9% റവന്യൂ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി എന്ന് പറയുന്നത് 3.16%. രണ്ടും മെച്ചമാണ്. കഴിഞ്ഞ തവണ 2.1 ആയിരുന്ന റവന്യൂ കമ്മി 1.9 ചുരുക്കിയിരിക്കുന്നു. ധനക്കമ്മിയുടെ കാര്യത്തിൽ കഴിഞ്ഞ തവണ 3.4 ആയിരുന്നത് ഇപ്പോൾ ഇത്തവണ 3.1 ചുരുക്കിയിരിക്കുന്നു. അതായത് 3%-നുള്ളിലേക്ക് വരികയാണ്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ടിന്റെ പരിധിക്കകത്തേക്ക് കൊണ്ടുവരുന്നതിന് അടുത്ത് കേരളത്തിൽ 3% FRBM ആക്ട് പ്രകാരമുള്ള പരിധി. ശ്രീ MP ജോസഫ്, അങ്ങനെയാണെങ്കിൽ ഏറെക്കാലമായിട്ട് കേരളം വലിയ പഴി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 3.16% കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ 15ാം സ്ഥാനത്താണെങ്കിലും അതൊരു പോസിറ്റീവായിട്ടുള്ള നേട്ടമായി പറയേണ്ടി വരും.